ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് നോർക്ക റൂട്ട്സ് ഡയറക്ടറിൻ്റെ സ്കോളർഷിപ്പിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിലവിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം, എത്ര കോഴ്സാണ് നിലവിലുള്ളത്, ഇതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 15,000 രൂപയാണ് നോർക്ക റൂട്ട്സിൻ്റെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ആർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്ന് ചോദിച്ചാൽ, നിലവിൽ ഗൾഫിൽ മിനിമം 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ള പ്രവാസികളുടെ മക്കൾക്കും നിലവിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ മക്കൾക്കുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അവർ പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സും അതോടൊപ്പം തന്നെ ബിരുദാനന്തര ബിരുദവും ആണ് എന്ത് ചെയ്യുന്നത്. ഇതിൽ ഉള്ള കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നിലവിൽ ഏകദേശം എലിജിബിലിറ്റി കോഴ്സിൻ്റെ ലിസ്റ്റ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് scholarship.norcaroots.org എന്ന് പറയുന്ന സൈറ്റിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്കൊരു യൂസർ ഐ പാസ്വേഡ് കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 30 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഏകദേശം കോഴ്സുകൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സ് ഏകദേശം 30ഓളം കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ PG കോഴ്സ് 33 കോഴ്സ് ഉണ്ട്. ഏകദേശം 63 കോഴ്സുകൾക്കാണ് നിലവിൽ നമുക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത്. ഏകദേശം അപേക്ഷിക്കുന്ന 30 കോഴ്സുകൾക്ക് 15,000 രൂപയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലിസ്റ്റ് നമ്മുടെ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ സയൻസ് ടെക്കിൻ്റെ ടെലിഗ്രാം ചാനൽ, സയൻസ് ടെക്കിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, സയൻസ് ടെക് ലേണിംഗ് ആപ്പ് സെർച്ച് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിജിബിലിറ്റി ലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. രണ്ടാമത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലെറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് കോഴ്സിനാണ് കോളേജിൽ പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മുടെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യണം, അത് വാങ്ങി നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുക. മൂന്നാമത് പാരൻസിൻ്റെ ഡിക്ലറേഷനാണ്. നമ്മുടെ മദറോ അല്ലെങ്കിൽ ഫാദറോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ അവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡിക്ലറേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. നാലാമത് നമ്മൾ ഇൻ കേസ് നമ്മൾ പാരൻ്റൊക്കെ നാട്ടിൽ നിർത്തി നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്നായിട്ട് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു സാക്ഷ്യപത്രം വാങ്ങണം. ആ സാക്ഷ്യപത്രവും നമ്മുടെ നോർക്ക റൂട്ട്സിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കരുതണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് SLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ CBSEയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. PGക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള കൺസോളിഡേറ്റ് CGPA മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ നോർക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് കുറേ ഗൾഫിൽ നിൽക്കുകയായിരുന്നു, അതിപ്പോൾ നിലവിൽ നാട്ടിൽ നിൽക്കുന്നുവെങ്കിൽ മുന്നേ അല്ല ഗൾഫിലായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് നിലവിൽ വേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേപ്പർ വേണം, ആധാർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിലവിൽ കറൻ്റ്ലി നിങ്ങൾ പാരൻ്റ് അവിടെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ വർക്കിങ്ങിൻ്റെ വിസയുടെ കോപ്പി വേണം. അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണ്ടി വരുന്നത്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിലവിൽ യോഗ്യത എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനിമം 2 വർഷമെങ്കിലും നിങ്ങളുടെ പേരൻസ് ഗൾഫിൽ നിന്നിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നിലവിൽ അവിടെ ഗൾഫിലായിരിക്കണം. 2 എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയിൽ 2 വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഒരു കുടുംബത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മിനിമം മാർക്കും അവർ പറയുന്നുണ്ട്. മിനിമം മാർക്ക് എന്ന് പറയുന്ന 60% മാർക്ക് ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. മൂന്നാമതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ അംഗീകരിച്ച സർവകലാശാലകളിലുള്ള കോഴ്സുകൾക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം വേറെ ശ്രദ്ധിക്കുക, ഒരാൾക്ക് വിദ്യാഭ്യാസ കാലത്ത് ഒരു സ്കോളർഷിപ്പ് മാത്രമേ, ഉദാഹരണം അത് പറയുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് എങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾ എന്തെല്ലാം എലിജിബിൾ അല്ല. നമ്മൾ ആധാർ കാർഡ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-15ഓളം സ്കോളർഷിപ്പുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നോർക്ക റൂട്ട്സ് പോലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്പ് നമ്മൾ നിലവിൽ
അവൈലബിൾ ആണ്. പക്ഷേ ആ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പും നിങ്ങൾക്ക് അപേക്ഷിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. പിന്നെ ഇത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, മെറിറ്റ് അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ അതിൽ മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 60% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നിങ്ങൾ അക്കൗണ്ട് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിൽ സെലക്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. ഇത് 2023-2024 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് norca.org എന്ന് പറയുന്ന സൈറ്റ്, scholarship.norca.org എന്ന് പറയുന്ന സൈറ്റ് എടുക്കുക. അതിൽ ജസ്റ്റ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നവംബർ 30 എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഫസ്റ്റ് നമ്മുടെ ന്യൂ രജിസ്റ്റർ ചെയ്യേണ്ടത് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ, പാസ്വേഡ് കൺഫേം കൊടുക്കുക. സൈൻ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു പുതിയൊരു പേജിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റർ ആവുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ മനസ്സിലാക്കിയതിന് ശേഷം പരമാവധി എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു സ്കോളർഷിപ്പ് സ്കീമിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക. മാർക്കുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വെച്ചാൽ ഏകദേശം 15,000-ഓളം രൂപയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടുന്നത്. അപ്പോൾ പരമാവധി ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പം പ്രവാസികളായിട്ടുള്ള ഗൾഫിലുള്ള അവിടെ നിൽക്കുന്ന കുട്ടികൾക്കും, ഗൾഫിൽ നിൽക്കുന്നവരുടെ കുട്ടികൾക്കും, നാട്ടിൽ പ്രവാസം കഴിഞ്ഞ് നിൽക്കുന്നവരുടെ കുട്ടികൾക്കെല്ലാം ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.